ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഇതാണ് നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു റൂം മേക്ക് ഓവർ വീഡിയോ. ഇത് ഞാൻ ഈ ഒരു റൂം മേക്ക് ഓവർ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഫ്രാൻസി ഫാത്തിമ എന്നൊരു ചാനൽ കണ്ടിട്ടാണ്. ഐ ലൈക്ക്, എന്താ പറയുക, ആ ഒരു ഷോർട്സ് ആളുടെ റൂം മേക്ക് ഓവർ കണ്ടതോടെ ഞാൻ ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്, ആ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു എൻ്റെ ഉണ്ടായിരുന്നത്. ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു പിൻട്രസ്റ്റ് ടച്ച് റൂം മേക്ക് ഓവർ ആയിരുന്നു. അങ്ങനെ ഞാൻ ഒരു മിററൊക്കെ എവിടെ നിന്നൊക്കെയോ തപ്പിച്ചെടുത്ത് ആ ഒരു മിറർ ജസ്റ്റ് പിൻട്രസ്റ്റി മിററാക്കാന്ന് പറഞ്ഞിട്ട് ക്ലേ ഒക്കെ എടുത്ത് ജസ്റ്റ് 2 days ഒക്കെ വെയിറ്റ് ചെയ്ത ഒരു മിററായിരുന്നു ഇത്. ഞാൻ രാത്രി ഇത് വാളിൽ സ്റ്റിക്ക് ചെയ്തിട്ട് രാവിലെ വരുമ്പോണ്ട് ഇത് താഴെ വീണ് പൊട്ടിക്കിടക്കുന്നു. എന്താ പറയുക, സങ്കടവും കരച്ചിലും ഒക്കെ ഒന്നിച്ച് വന്നൊരു നിമിഷമായിരുന്നു അത്. കരഞ്ഞോ എന്ന് പറഞ്ഞാൽ കരഞ്ഞു, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. ഇത് ഇത്രയും നീണ്ടെന്നൊരു കാരണം എന്നറിയുന്നത് മസ്റ്റായിട്ട് എൻ്റെ ഒന്ന് എഡിറ്റിങ്ങിൻ്റെ ഒരു മടിയും പിന്നെ ഞാൻ ഓർഡർ ചെയ്ത ഐറ്റംസ് വരാനുള്ള ഒരു ബുദ്ധിമുട്ടുമായിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ എൻ്റെ ടേബിള് ഞാൻ ഒരു A4 പേപ്പർ വെച്ചൊരു വാൾപേപ്പർ പോലെ സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ വാൾപേപ്പർ ഓർഡർ ചെയ്തു. ഇത് ഞാൻ ആദ്യം വാങ്ങിയ ആ ഒരു വാൾപേപ്പർ അല്ലായിരുന്നു, സത്യത്തിൽ വേറൊരു ടൈപ്പായിരുന്നു. അതിങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് സ്റ്റിക്ക് ചെയ്ത് എടുത്തു. എന്നിട്ട് ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിയ ഒരു ബെഡ്ഷീറ്റായിരുന്നു. ഒരു ഫ്ലോറൽ പ്രിൻ്റൊക്കെ വന്നിട്ടുള്ളതാണ് ഈ ഒരു ബെഡ്ഷീറ്റ്. ഐ ലൈക്ക്, നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു ബെഡ്ഷീറ്റ് കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ മീഷോന്നായിരുന്നു ബെഡ്ഷീറ്റ് വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് മീഷോയിലത്തെ ഓരോ ബെഡ്ഷീറ്റും പിൻട്രസ്റ്റ് ആണെങ്കിലും അത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. അതിനോട് ഞാൻ നേരിട്ട് ഷോപ്പിൽ പോയിട്ട് വാങ്ങിയ മിററാണിത്. പിന്നെ ഞാൻ വാങ്ങിയ വാൾ പോസ്റ്റർ പിൻട്രസ്റ്റിൽ കണ്ടിട്ട് ഈ ഒരു ഹേർട്ട് ഷേപ്പിൽ തീമിലാണ് ഞാൻ കണ്ടത്. അതും ആ ഒരു ചാനൽ ഇതേപോലെ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. സംതിങ് കോപ്പി പോലെ തന്നെയാണ്, ബട്ട് എൻ്റേതായ ചില മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട്. അതേപോലെ ചെയ്യണം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ബട്ട് ആളുടെ പോലെ സെയിം ആയിട്ടില്ല, എന്നാലും ഞാൻ എൻ്റേതായ കുറേ ഐറ്റംസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇത് ഹേർട്ട് ഷേപ്പിൽ ഇതേപോലെ വെച്ച് സ്റ്റിക്ക് ചെയ്തു. പിന്നെ നമുക്ക് ഈ ഒരു ആർട്ടിഫിഷ്യൽ ലീവ്സ് ഇതും ഞാനിവിടെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ബയോയിൽ കൊടുക്കുക എന്നതാണ്. ഡു ചെക്ക് ഔട്ട്. പിന്നെ എൻ്റെ ഈ ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു, ബ്ലാക്ക് ഫ്രെയിം. ഇതിന് ഞാൻ വൈറ്റാക്കി എടുത്ത് മാറ്റി. ഇതിലിട്ട് തരുന്ന ടുലിപ്സിനെ മാറ്റിയിട്ട് ഞാൻ ഒരു പിൻട്രസ്റ്റി പിക്ക് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് ഇതിലോട്ട് ഇടാൻ പോവാണ്. ഡെസ്കിൽ വെക്കാനായിട്ടാണ്. ഇതേപോലെ 3 ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു പോർഷനിൽ ഞാനിവിടെ ഞാൻ തന്നെ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാൻവാസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് ബുക്കിൽ നിന്ന് സ്റ്റോറി ബുക്കിൽ നിന്ന് കുറച്ച് പേപ്പേഴ്സ് എടുത്തിട്ട് അതൊരു പിൻട്രസ്റ്റിൽ കണ്ട പോലായിട്ട് ഞാൻ ഒരു അറേഞ്ച് ചെയ്തെടുത്ത് കുറച്ച് ബട്ടർഫ്ലൈസും ആഡ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ കണ്ടോ, ഇങ്ങനെയുണ്ട്. ലുക്ക് പിൻട്രസ്റ്റ് ആയോ എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതേപോലെ പിന്നെ ഞാൻ എന്നെ ഉണ്ടാക്കിയ കുറച്ച് വാൾ ഡെക്കോസ്. പിന്നെ അടുത്തതായിട്ട് ഡെസ്ക് മേക്ക് ഓവർ. ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഡെസ്ക് മേക്ക് ഓവറിൻ്റെ ഇൻസ്പോസ്. എനിക്ക് പറ്റുന്ന പോലെ അതേപോലെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയ വാൾ ഡെക്കോർ ആയിരുന്നു. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, വാൾ ഗ്രീറ്റ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ എൻ്റെ ജേർണൽ സപ്ലൈസ് നിന്ന് എടുത്തിട്ടുള്ള വാൾ കുറച്ച് പിക്സൊക്കെ അറേഞ്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം. പിന്നീട് ഞാൻ എൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ ടുലിപ്സും വെച്ച് കൊടുത്തു. ഇതൊക്കെ എന്നിലുള്ള ഫ്ലോ ക്ലിപ്സ് ആണ്. ഇതിൽ നിന്ന് എനിക്കിഷ്ടപ്പെട്ട ഒരു ഫ്ലോ ക്ലിപ്പ് എടുത്തിട്ട് ഞാൻ ഡെസ്കിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കണ്ടോ. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ പിൻട്രസ്റ്റിൽ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു സെൻറ്റഡ് ക്യാൻഡിലായിരുന്നു ഇത്. ഞാൻ ഇന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്, കുറച്ച് ചെയ്തിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയ ക്ലേയിൽ ഉണ്ടാക്കിയ ബബിൾ ക്യാൻഡിലാണ്. എനിക്കത് വാങ്ങണമെന്നുണ്ടായിരുന്നു, ബട്ട് എൻ്റെ ടൈം ഉണ്ടായിരുന്നില്ല. ഇത് എപ്പോഴാണ് ഇനി ഇപ്പോൾ ഓർഡർ ഡെലിവേർഡ് ആവുന്നതൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കിയ വോൾ ഡെക്കേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് എൻ്റെ ഡെസ്ക് ഞാൻ ആ ഒരു പിൻട്രസ്റ്റിൽ കണ്ട പോലെ തന്നെ ഈസ്തെറ്റിക് ആക്കി എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് മോർണിംഗിൽ സൺലൈറ്റ്സ് അടിക്കുമ്പോഴത്തേക്ക് ഇതേപോലെയായിരുന്നു ഉണ്ടായിരുന്നത്. ഭയങ്കര ഈസ്തെറ്റിക് ഫീലായിരുന്നു എനിക്ക് പേഴ്സണലി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേപോലെ ആയിരുന്നു. ഞാൻ കർട്ടൻസ് ഒക്കെ ഓപ്പൺ ചെയ്തു. പിന്നെ ഞാൻ രാത്രി ആവാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലായിരുന്നു. സത്യം എന്ന് വെച്ചാൽ ഇതിൽ എനിക്ക് ലൈറ്റ്സ് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ കേർട്ടനൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു കേർട്ടനിൽ ഞാൻ കുറച്ച് എനിക്ക് പിൻട്രസ്റ്റിലൊരു കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഫ്ലോ ക്ലിപ്പ് ഇങ്ങനെ വെച്ചിട്ട്. അപ്പം ഞാൻ
അതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് കണ്ടപ്പോഴത്തേക്ക്. അപ്പം ഞാൻ എൻ്റെ റൂമിലും അതേപോലെ ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു റൂമ് ഭയങ്കര അലങ്കോലമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ചാനൽ വീഡിയോ കണ്ടതോടെ അന്ന് തുടങ്ങിയ ആഗ്രഹമായിരുന്നു എൻ്റെ റൂമും എനിക്ക് അതേപോലെ ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റേലുള്ള ബഡ്ജറ്റ് വെച്ചിട്ട് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ എസ്തെറ്റിക് നോക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കല്ലേ മനസ്സിലാവത്തുള്ളൂ. പിന്നെ എൻ്റെ മൂൺ ലാമ്പും ഞാൻ ഒരു ലൈറ്റ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒക്കെ വെച്ചിട്ടുണ്ട്. ഫാരി ലൈറ്റ്സൊക്കെ കൊടുത്തിട്ട്. ഇത് ഞാൻ രാത്രിയാവാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലായിരുന്നു. എനിക്കിതൊന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് കാണിക്കണമല്ലോ. ഞാൻ രാത്രിയായി. നമ്മുടെ റൂം മേക്ക് ഓവറിൻ്റെ ഫൈനൽ ലുക്കിലേക്ക് വരികയാണ്. ഇതായിരുന്നു ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഒരു മ്യൂസിയം ഫീലൊക്കെ ആയിരുന്നു എനിക്ക്. ഫുള്ളി ലൈറ്റ്സും ഒരു വൈബ് റൂം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഫെയറി ലൈറ്റ്സും മൂൺ ലൈറ്റ്സും അങ്ങനെ കുറേ ലൈറ്റ്സ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇതേപോലെ വേണമെങ്കിൽ ഇതിൽ പാട്ടും കൂടി വെക്കാൻ പറ്റുന്ന ഒരു ലാമ്പാണ്. അപ്പം ഞാൻ പാട്ട് വെച്ചിട്ടില്ല. നോക്കിയേ എങ്ങനെയുണ്ട്? പിന്നെ ഞാൻ ഇത് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം. ഈ ഒരു ലാമ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒരിടത്ത് ലൈറ്റ് ഓൺ ചെയ്താൽ ഫുള്ളി ലൈറ്റ്സ് ആവും. കണ്ടോ ഗൈസ്? ഇതായിരുന്നു ഫൈനൽ ലുക്ക്. ലൈറ്റ്സ് ഇടാത്തുള്ള ലുക്ക് ക്രിയേറ്റ് ഇതായിരുന്നു. ഷോക്കേസിൻ്റെ അപ്പുറത്താണെങ്കിൽ ഇതേപോലെ ഞാനിവിടെ ഗ്രിഡ് ലൈൻ ഞാൻ ആ ഒരു ടേബിളിൽ നിന്ന് അതെടുത്ത് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കിയ വാൾ ഡെക്കേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ ബെഡ്ഷീറ്റ്സും അവിടെ ഒരു ടെഡി വെച്ചു. വാൾ ഫ്രെയിംസും വാൾ പോസ്റ്റേഴ്സും ആർട്ടിഫിഷ്യൽ ലീവ്സും ഇൻക്ലൂഡ് ചെയ്തു. കണ്ടു ഇതേപോലെ. എൻ്റെ ഡെസ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യത്തിൽ എൻ്റെ ഡെസ്ക്കായിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സംഭവം എന്ന് വെച്ചാൽ പിൻട്രസ്റ്റിൽ കണ്ട അതേ ഡെസ്ക് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. 10ൽ എത്ര റേറ്റിംഗ് കൊടുക്കുമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.